ചേച്ചി ഞാൻ ചേച്ചീനെ കാണാൻ വേണ്ടി മാത്രം വരുന്നതാണ്. റിയൽ മീറ്റ് ഉണ്ടോ? ആ മീറ്റ് ചെയ്യാനൊക്കെ പറ്റും. എടി പൂറി മോളെ തായോളി നിന്റെ അസി വട. പുതിയ ആൾക്കാർ വന്നു മോളെ, നീ വെറും പഴഞ്ചാക്ക. അതിന് ഭ്രാന്ത് വേണം. ഞാനാ പുതിയ പെണ്ണുങ്ങൾ ഇപ്പോൾ പഴയ നിങ്ങൾ കാണുന്ന ടിക്ടോക്കിലോ അല്ല ലൈവിൽ കാണുന്ന പെണ്ണുങ്ങളെ പോലെ കൊടുപ്പല്ല ജോലി. വിജയിച്ചെന്ന് പറഞ്ഞാൽ വേറെ ലെവലാ. എന്നെ പോലെ ആരെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരുണ്ടാ ഉണ്ടോ? നിങ്ങൾ ഈ കാണുന്ന ബീച്ചിലൊന്നും ഞോണ്ടാൻ പോലും നിങ്ങൾക്ക് കിട്ടില്ല. അത് ഓക്കെ. നിങ്ങൾ പല പെണ്ണുങ്ങളും ലൈവുകളിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു 150 രൂപ കൊടുത്താൽ ചിലപ്പോൾ 2000 1000 കൂടെ ചിലപ്പോൾ കിട്ടും. എന്നെ അങ്ങനെ കിട്ടുമില്ല. ഓക്കെ, നിങ്ങൾ കൊതിക്കണം. എൻ്റെ ഈ കൈ ഞോണ്ടാൻ പോലും എനിക്ക് യോഗമില്ല. ഓക്കെ, ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കാണാനുള്ള യോഗം മാത്രമേ നിങ്ങൾക്കുള്ളൂ. എൻ്റെ അടുത്തിരിക്കാനുള്ള യോഗം ഇല്ല. കാണുകയില്ല നിങ്ങൾ തന്നെ. ഞാൻ അതൊരു സ്ത്രീയുമല്ല. ഓക്കെ, ഈ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ തുണി മറിച്ച് മുലയും കടിച്ച് ഇരിക്കുന്നവരുണ്ടാവും. ഞാൻ അവർക്ക് കൊടുത്ത് പെട്ടതൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ 1000 2000 3000 കൊടുത്ത് പോകുന്ന പെണ്ണുങ്ങളായിരിക്കും. 20 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ. എന്നെ അങ്ങനെ കാണാൻ വേണ്ട എന്നോട്ട് കിട്ടുകയില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പുരുഷനുണ്ട്, ഞാൻ അവൻ്റെ മാത്രമാണ്. ഓക്കെ, എന്ത് കിട്ടിയാലും ഒരു കളി അത്രേ ഉള്ളൂ. ഒന്ന് പോയി കഴിയുമ്പോൾ ആ കഴപ്പ് അങ്ങ് തീരും. അതൊക്കെ ഓക്കെ, കറക്റ്റ്. അതിനൊന്നും എന്നെ കിട്ടില്ല ഏട്ടാ. നീ വെടി ചേട്ടാ. എനിക്ക് വെടിയെന്ന് പേര് വന്നെങ്ങനെയാണെന്നറിയോ? എനിക്ക് എങ്ങനെ ഈ വെടിയെന്ന് പേര്? ഞാൻ ഒരിക്കലും വെടിയല്ല. അതെന്തുകൊണ്ട് എന്നെ ആൾക്കാർ ആ പേര് വിളിക്കണം എന്നറിയോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും എന്നെ ആ പേര് വിളിക്കുന്നത്? ഞാൻ വെടി വയ്ക്കാൻ കൊടുത്തോണ്ടാണോ? അല്ല, ഞാൻ പറയാം. സത്യത്തിൽ എനിക്ക് ആ പരിപാടിയില്ല. കാരണം എന്നെ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ വെടിയെന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയണത് കൊണ്ടും പബ്ലിക്കായിട്ട് എനിക്ക് സ്പായാണ്, പബ്ലിക്കായിട്ട് കോള് വരുന്നതുകൊണ്ടും പബ്ലിക്കായിട്ട് പെണ്ണുങ്ങളെ മസാജിന് വിടുന്നതുകൊണ്ടും നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു വെടിയായിട്ട് നിങ്ങൾ എന്നെ കാണുന്നു. ഞാൻ പബ്ലിക്കായിട്ടല്ല ഓപ്പണായിട്ട് പറയുന്നത്. എൻ്റെ ലൈവുകൾ, എൻ്റെ ഓരോരോ റെക്കോർഡുകൾ നിങ്ങൾ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ വെടിയെന്ന് വിളിക്കുന്നു. സത്യത്തിൽ എനിക്ക് ആ ജോലിയല്ല. ഞാൻ അവർക്ക് കൊടുക്കാറുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നെ വെടിയെന്ന് വിളിക്കുന്നത്. എൻ്റെ ലൈവ്, എൻ്റെ ഓരോ ലൈവുകൾ നിങ്ങളെവിടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു ആ ലേഡിയാണ്, ഞാൻ ആ ഒരു വർക്ക് എടുക്കുന്ന ലേഡിയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ഇതാക്കി വയ്ക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ പേര് വിളിക്കുന്നു. സത്യത്തിൽ എനിക്ക് ആ പരിപാടിയില്ല. എനിക്ക് ഷോപ്പാണ്, ഞാൻ ബാറിലാണ്. മസാജ് സെൻ്റർ നടത്തുന്ന ലേഡിയാണ് ഞാൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയാണ്. പിന്നെ ഞാൻ ഈ പറയണത്, എനിക്ക് ഷോപ്പുണ്ട്, എനിക്ക് അവിടെ ബിസിനസ് മുഖ്യം. നമ്മൾ പ്രവാസികളെല്ലാവരും കാശിനാണ് വരുന്നത് അല്ലേ? നമുക്ക് ബിസിനസ് കാരണം അതിന് ഞാൻ എന്തും പറയും, അതിന് ഞാൻ എന്തും ചെയ്യും. എന്നെ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും. അതെൻ്റെ ബിസിനസ് കയറാനാണ്. ബീച്ചിച്ച് മസാജ് ചെയ്യുന്നുണ്ട്, ബീച്ചിച്ച് എടുക്കും, നീ വാ എന്ന് പറയും. കസ്റ്റമർ വരികയും ചെയ്യും. അവിടെ എത്തുമ്പോൾ ഞാൻ എന്താണ്, അവർക്ക് എന്താണെന്ന് അവർക്കറിയാം. അതെൻ്റെ ബിസിനസ് മൈൻഡ്. ഞാൻ ബിസിനസ് മൈൻഡുള്ളത്. കാരണം ഞാൻ അത്രയും കാശ് നാട്ടിൽ നിന്ന് 10-35 ലക്ഷം രൂപ മുടക്കി ഇവിടെ ബിസിനസ് ചെയ്യുമ്പം എനിക്ക് അതിനനുസരിച്ച് ലാഭം കിട്ടണം. ഓക്കെ, 10-20-25 ലക്ഷമൊക്കെ ഞാനിവിടെ മുടക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് വലിച്ചിവിടെ മുടക്കുന്നുണ്ട്, ഷോപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ ഇരട്ടിയിട്ട് എനിക്ക് ലാഭം കിട്ടണം. വേണോ വേണ്ടയോ? കിട്ടണോ വേണ്ടയോ? അതിന് ഞാൻ എന്ത് തറവില ഞാൻ കാണിക്കും. ഞാൻ തന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. എനിക്ക് ബിസിനസ് കാരണം ഞാൻ ചിലവാക്കിയ കാശിൻ്റെ ഡബിൾ ഇരട്ടി എനിക്ക് ലാഭം ഇവിടെ കിട്ടണം. ഓക്കെ, പിന്നെ എൻ്റെ കാര്യങ്ങൾക്ക് എനിക്കിവിടെ ആളുണ്ട്. പിന്നെ അത് എൻ്റേതായ പേഴ്സണൽ മാറ്റേഴ്സ്. എനിക്ക് പേഴ്സണൽ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് VIPs ഉണ്ട്. അത് ഞാൻ ആ റൂട്ടിൽ പോകും. ഓക്കെ, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്.